എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അപ്പം നന്ദി ഉള്ളവരായിരിക്കണം. ആര്? നാം നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഹൃദയം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നന്ദി ഉണ്ടായിരിക്കണം. ദൈവത്തിന് നന്ദി കരകയറ്റുന്നവരായിരിക്കണം. നമുക്ക് 10 കുഷ്ഠരോഗികൾ ദൈവം എന്ത് ചെയ്തു? ശുദ്ധി നിങ്ങൾ പൊയ്ക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അവർ ശുദ്ധരായി തീർന്നു. ഒരുത്തൻ മാത്രമേ മടങ്ങി വന്നിട്ടുള്ളൂ, അന്യജാതിക്കാരൻ. യേശു ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേരെവിടെ? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നന്ദിയുള്ള ഹൃദയമുണ്ടായിരിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ചെറുതും വലുതുമായ ഉപകാരങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നന്ദി ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് നമ്മളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നടക്കണം, ആ ഇഷ്ടം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവരായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നടപ്പിൽ നിഷ്കളങ്കരായിരിക്കണം. ആരായിരിക്കണം? നിഷ്കളങ്കർ. നിഷ്കളങ്ക ഹൃദയമുണ്ടായിരിക്കണം. ഒരു 2 വാക്യം വായിക്കാം. ഇതിൽ തന്നെ 101-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സങ്കീർത്തനം. അപ്പോൾ ദൈവം നിഷ്കളങ്കരായ ഉണ്ടായിരിക്കണം. മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കണം. വീട്ടിനകത്ത് നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വച്ചാൽ ദൈവം നിന്റെ അകത്ത് വരും. ദൈവം നിന്റെ ഭവനത്തിൽ വരണ്ടേ, നിന്റെ അടുത്ത് വരണ്ടേ. വരണമെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നു? ഒന്നുകൂടെ വായിച്ച്. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. പ്രിയ സഹോദരിമാരെ, സഹോദരന്മാര്, നിങ്ങളുടെ വീട്ടിനകത്ത് നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറിയാൽ ആ ഭവനത്തിനകത്ത് മാത്രമല്ല, നിങ്ങളുടെ അകത്ത് ദൈവം വരും. ദൈവമുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഭവനത്തിനകത്ത് നിഷ്കളങ്കരായിരിക്കണം. നിഷ്കളങ്ക മാർഗത്തിൽ നിങ്ങൾ ആയിരുന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും ഉണ്ടായിരിക്കും. അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ദേശത്തിലെ വിശുദ്ധന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. ആരാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്? യഹോവയായ ദൈവത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ നീ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവരായിരിക്കണം. അപ്പോൾ അല്ലാത്ത ഒരാൾക്ക് യഹോവയായ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ സാധിക്കത്തില്ല. അറിഞ്ഞാട്ടോ? അപ്പൊ ദൈവത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ നീ നിഷ്കളങ്കരായിരിക്കണം. ദൈവം നോക്കുന്നത് ഭൂമിയിൽ വിശ്വസ്തന്മാരുണ്ടോ. തനിക്ക് വേണ്ടി, തൻ്റെ ജോലിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ജോലിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കുന്നത് ആരെയാ? വിശ്വസ്തന്മാർ. നിഷ്കളങ്കരായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടി അതോടുള്ള ബന്ധത്തിൽ, സദൃശവാക്യം 16-ന്റെ 20 കൂടെ ഒന്ന് വായിച്ച്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുന്ന ബൽക്കാലം. നീ ന്യായപ്രമാണം പ്രമാണിച്ചാൽ നിന്റെ ജീവിതത്തിൽ നന്മ വരും. നന്മ വേണ്ടേ? നന്മ വേണോ? നന്മ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം കൂടെ വായിച്ചത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. ഫൽക്കാലം നന്മയുടെ ഉറവിടം ക്രിസ്തുവാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എല്ലാം ഉയരത്തുനിന്നാ വരുന്നത്. അപ്പൊ നന്മയുടെ ഉറവിടം ആരാ? ക്രിസ്തുവാണ് നന്മയുടെ ഉറവിടം. ഞങ്ങൾ കത്തോലിക്കയിലായിരുന്ന സമയത്ത് എൻ്റെ അമ്മ പറയും നന്മ എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നീട് നന്മയെന്ന് വെച്ചാൽ കുർബാന യേശു പറഞ്ഞാട്ട. ആരെ കണ്ടെത്തുവെന്ന?
നന്മയെ കണ്ടെത്തുമെന്ന. നന്മ എന്ന് പറയുന്ന ക്രിസ്തുവാ. ഇനി നന്മ എന്നുള്ളത് ദൈവാത്മാവാണെന്ന് ഞാനൊന്ന് അപ്പോഴാണ് ഇത് ചിന്തിച്ചപ്പോഴാണ് അത് മനസ്സിലായി. അന്ന് പറഞ്ഞ ശരിയാണല്ലോ. നന്മ കത്തോലിക്കലായിരിക്കും നന്മ. ഒരു മകൻ, മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, ഇങ്ങനെ പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ നന്മ എന്താ പറയുന്നത്? സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികം നന്മ കൊടുക്കും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ എത്രയാണ് പാസ്റ്റർ? 11-ന്റെ അത് തന്നെ അത് തന്നെ അത് തന്നെ. എത്രാമത്തെ വാക്യം? 11-ന്റെ വായി. നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പോ നന്മ എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. നോക്കുന്ന വൽക്കാലം ഈ വചനം പ്രമാണിച്ചാൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടേ? ഈ ആത്മാവുണ്ട്, ഈ അത്ഭുതങ്ങൾ നടക്കും. ഈ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച നമ്മൾ കൂടി വീര്യം പ്രവർത്തിക്കും ദൈവം. അതുകൊണ്ട് ഈ അത്യന്ത ശക്തി പ്രാപിക്കണം, ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. ഉയരത്തിലെ ശക്തി പ്രാപിച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്താ? ഈ വെട്ടുകാട് ഗവൺമെൻറ്റിലുണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീയാണ്. അവരിപ്പോൾ അഞ്ചലാണ്. ക്യാൻസർ വാർഡിൽ കിടക്കുകയായിരുന്നു. 11-12 ക്യാൻസർ വാർഡാണ് മെഡിക്കൽ കോളേജ്. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. രക്ഷയെക്കുറിച്ച് പറഞ്ഞു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവർ പറഞ്ഞു എൻ്റെ ക്യാൻസർ മാറണം. ഞാൻ പറഞ്ഞു ദൈവം മാറ്റും. ഞാൻ പ്രാർത്ഥിച്ചങ്ങ് പോയി. ഇവർ കീമോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവർ പിന്നെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ 11:30 രാത്രി വിളിക്കും. 2-3 പ്രാവശ്യം കുറച്ച് ദിവസം ഇങ്ങനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു എന്തേ രാത്രി? എല്ലാ കന്യാസ്ത്രീകളും ഉറങ്ങിയിട്ടാണ് വിളിക്കുന്നത്. എന്നോട് പിന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ക്യാൻസർ തീർന്നു മാറി, എനിക്ക് നേരിട്ട് പാസ്റ്ററിനെ ഒന്ന് കാണണം. അപ്പം ഈ ശക്തി ഉണ്ടെങ്കിൽ ക്യാൻസറല്ല, മുഴയല്ല, ഏത് രോഗത്തെയും നമുക്ക് മാറ്റുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ കഴിയും. അറിഞ്ഞാട്ടോ? ദൈവശക്തിയാൽ കഴിയും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വെട്ടുകാടിൽ ആയിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇവിടെ വരുമ്പോൾ പറയണം. ഞാൻ പറയാം. ഇനി വലിയത്ര TV നടത്തുന്ന ഒമൽ, TV കമ്പനി TV റിപ്പയറിങ് നടത്തുന്ന ഒമൽ ശബരിമലയിൻ്റെ അവിടെ കട നടത്തുന്ന ഇവൻ നമ്മൾ ക്യാൻസറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ അടുത്ത്